His name alone be glorified. നന്ദി അറിഞ്ഞ ഹൃദയത്തോടു കൂടെ കർത്തസേനയിലായിരിക്കാൻ തക്കോണം കർത്താവ് സഹായിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We're able to receive His presence with thankful heart. കഴിഞ്ഞ 5 മാസക്കാലം ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കാനും ഇവിടെയുള്ള ദൈവമക്കളോടുകൂടെയും ഞങ്ങളുടെ ദൈവമക്കളോടുകൂടെയൊക്കെയും കർത്താവിനെ ആരാധിപ്പാനൊക്കെയും കർത്താവ് കൃപ ചെയ്തു. God has enabled us to be here for the last 5 months, and also we are able to worship with the saints over here. ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് പ്രത്യേക ജെന്നിയുടെ ഡെലിവറിയോട് അനുബന്ധിച്ചാണ്. We came here for Jenny's delivery. കർത്താവ് അവളുടെ തക്ക സമയത്ത് ദാനമായ ഒരു കുഞ്ഞിനെ കൂടി തന്നു. In His due time, God has given her a healthy baby. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും യാതൊരു പ്രയാസങ്ങളും കൂടാതെ വേണം ഇത്രത്തോളം ദൈവം സഹായിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കുഞ്ഞിനെയുമായിട്ട് ഇവിടെ ആരാധനാ സ്ഥലത്ത് കടന്നു വരുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. Even though she had faced some little complications, but God has delivered from all those things, and last week they were able to worship as a family in this assembly. ഈ സഭയുടെ എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥന അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank you all the dear ones who are in the assembly for your valuable prayers. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും അറിയിക്കുന്നു. We express our sincere thanks to all of you. അല്പനേരത്തെ ചിന്തിക്കായി നാം തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. For a short meditation, let's turn our Bibles to 1 Thessalonians chapter 1 from verses 6 to 8. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയുവാൻ ആവശ്യമില്ല. You became imitators of us and of the Lord, for you welcomed the message in the midst of severe suffering with the joy given by the Holy Spirit, and so you became a model to all the believers in Macedonia and Achaia. The Lord's message rang out from you, not only in Macedonia and Achaia. Your faith in God has become known everywhere. Therefore, we do not need to say anything about it. ദൈവനാമത്തിനുണ്ടാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സഭ എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നല്ലോ സംസാരിച്ചത്. Last week I was discussing about church. ക്രിസ്തു എന്ന പാറമേൽ പണിത സഭയെക്കുറിച്ചാണ് ചിന്തിച്ചത്. A church was built upon the rock of Christ. ക്രിസ്തു തലയും ക്രിസ്തുവിന്റെ ശരീരം സഭയും എന്ന് നാം ഓർത്തു. Christ is head, as we remembered last week. സഭ ക്രിസ്തുവിന്റെ മണവാട്ടി എന്നും നാം ഓർക്കുകയുണ്ടായി. We also remember that church is a bride of Christ. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹം ചെയ്തിരിക്കുന്ന മണവാട്ടി ആണ് സഭ. The church is married to Christ. സഭ ദൈവത്തിന്റെ മന്ദിരമായി നാം ഓർത്തു. Church is we also remember the church as a temple. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന സ്ഥലമാണ് സഭ. Church is where the Holy Spirit is abiding. ഓരോ വിശ്വാസികളും ത്തിന്റെ ഹൃദയങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. Each of us, Holy Spirit is residing on us. സഭ ഒരു മർമ്മമായി നാം ചിന്തിക്കുകയുണ്ടായി. We also remembered Christ as a mystery. അത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നു. ഇപ്പോൾ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടതുമായ ഒരു കാര്യമാണ് സഭ. It was written on those days, but now it is revealed to all the apostles and the leaders. അത് ജാതികൾക്കും ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല ജാതികൾക്കും ക്രിസ്തുവിൽ കൂട്ടവകാശം ലഭിച്ചു എന്നുള്ളതാണ് അതിന്റെ മർമ്മത്തിന്റെ അർത്ഥം. Not only to Israel, it is also revealed to the Gentiles. യഹൂദനോ യവനനോ ജാതി ആണോ പെണ്ണോ എന്ന് ഒരു വ്യത്യാസവും കൂടാതെ ക്രിസ്തുവിൽ എല്ലാവരും ഒന്ന് എന്നുള്ള ആ കാര്യമാണ് സഭ വെളിപ്പെടുത്തുന്നത്. Today there is no segregation. We all are one in Christ. സഭ ഒരു കുടുംബമായി നാം ഓർത്തു. Christ as a family. സഭ ഒരു കെട്ടിടമായിട്ട് നാം ഓർത്തു. Christ as a temple. അതിൽ ക്രിസ്തുയേശു ആണ് മൂലക്കല്ല്. അതിന്റെ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ് എന്ന് നാം ഓർത്തു. You also remember that Christ is the cornerstone. ആ ക്രിസ്തുയേശു എന്ന മൂലക്കല്ല് അത് ജീവനുള്ള കല്ലാണ്. ആ ജീവനുള്ള കല്ലിന്മേലാണ് മരിച്ചവരായിരുന്ന നാം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നാം കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ആ മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെട്ടവരായ ഓരോ വിശ്വാസികളുമാണ് ചേർന്നതാണ് ഇന്ന് സഭ. When we all are in Christ, we all were built in that living stone. ഇന്ന് ആ ക്രിസ്തു ആ സഭയെ പരിപാലിക്കുവാൻ ദൈവം
ചിലരെയൊക്കെ സഭയിലാക്കിയിട്ടുണ്ട് എന്ന് നാം God ഓർക്കുകയുണ്ടായി. has appointed some leaders to lead the church. സുവിശേഷന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടന്മാരെയും സഭയിൽ ആക്കിയിട്ടുണ്ട്. God has appointed leaders as elders, apostles, deacons in the assembly. ആ സഭയെ എപ്പോഴും കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. God is always watching the church. ആ സഭയുടെ പ്രവർത്തനങ്ങളെയൊക്കെയും ഓരോ ദിവസവും ഞാൻ അറിയുന്നു എന്നാണ് വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത്. When we read Revelations, we could see that God is observing the activities or the actions of the church. അവിടെ 7 സഭകളെ കുറിച്ച് വിവരിക്കുമ്പോൾ അവരുടെ പ്രവൃത്തിയൊക്കെ ഞാൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. അവരുടെ കുറവുകൾ കാണുമ്പോൾ ആ കുറവുകളിൽ നിന്ന് അവർ മാനസാന്തരപ്പെടണം എന്നും കർത്താവ് അവരോട് പറയുന്നതായിട്ട് In നമുക്ക് കാണാം. Revelations, when we speak about the 7 churches, God is telling that I'm observing your deeds, and also you should repent your sins. അങ്ങനെ ഒരു മാതൃക അനുകരിക്കുവാൻ കൊള്ളാവുന്ന ഒരു സഭയായിരിക്കുവാനാണ് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. And we need to be a model assembly. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ അവർ ഒരു മാതൃകാ സഭയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. When we read about this Thessalonian, we could see that this is a model church. തെസ്സലോനിക്കർ 1-6 മുതലുള്ള വാക്യങ്ങൾ അതാണ് നാം വായിച്ചത്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. That's what we just read in 1 Thessalonians chapter 1 verse 6. Even though in the midst of the severe suffering, the joy given by the Holy Spirit. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും Severe suffering. ഇന്ന് നമുക്ക് ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, നാം പലപ്പോഴും നോക്കുമ്പോൾ ചെറിയൊരു കഷ്ടം വന്നു കഴിഞ്ഞാൽ നാം അത് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തയ്യാറല്ലാത്തവരായിട്ടുള്ള അനേകരെ കാണുവാൻ തക്കോണം കഴിയും. When we look around the world, we can see that even we face some little difficulties, we don't have that patience to suffer. എന്നാൽ ഈ സഭയെക്കുറിച്ച് അങ്ങനെയല്ല നാം കാണുന്നത്. അവർ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവർ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു എന്ന് അതിന് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചു എന്ന് നാം കാണുവാൻ തക്കോണം കഴിയും. But the thing that makes the assembly different is even in the midst of the severe suffering, they welcome the message of the Holy Spirit. അവർ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ചെറിയ സൂചന ലഭിക്കുന്നുണ്ട്. In Acts chapter 17, when we read, you could see that what are the sufferings that they had gone through. 17:5 onwards. In Acts chapter 17 verses 5, there we read, but other Jews were jealous, so they, rounded by some bad characters from the marketplace, formed a mob and started a riot in the city. They rushed to Jason's house in search of Paul and Silas in order to bring them out of the crowd. But when they did not find them, they dragged Jason and some other believers before the city officials, shouting, "These men who have caused trouble all over the world have now come here." ഇവിടെ നാം കണ്ടു, യഹൂദന്മാർ അസൂയ കൊണ്ട് ഈ പൗലോസിനും ശീലാസിനും എതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട്. Here you can see the Jews turn against Silas and Peter and they become jealous. ഇത് അവർ തെസ്സലോനിക്ക സഭയിൽ പൗലോസും ശീലാസും കടന്നു വന്നിരിക്കുകയും സുവിശേഷം അറിയിക്കുകയാണ്. Paul and Silas came to Thessalonica to spread the gospel. അവിടെ അപ്പോൾ ഈ അവിടെയുള്ള യഹൂദന്മാർ അസൂയ കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നതാണ് നാം വായിച്ചു കേട്ടത്. That time the Jews became jealous against Paul and Silas. അവർ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി, ദുഷ്ടന്മാരെ ചേർത്തു, പുരുഷാരത്തെ ഇളക്കി, പട്ടണത്തിൽ കലഹമുണ്ടാക്കി, അവിടുത്തെ ഒരു സഹോദരന്റെ വീട് യാസോന്റെ വീട് അവിടെ വളഞ്ഞു എന്നാണ് നാം കാണുന്നത്. There we read that they formed a mob and started a riot in the city. ഒരു സ്ഥലത്ത് ഒരു വിശ്വാസിയുടെ ഭവനത്തിന്റെ ചുറ്റും വലിയൊരു ആൾക്കൂട്ടം വന്നു കഴിയുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം ഒന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. We could see atmosphere when a group of people is rounding a house where the believers are staying. അത് വളരെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. There is a terrific situation. നോർമൽ സ്ഥിതിയിൽ പിന്നീട് ഒരു വാക്ക് പോലും മിണ്ടാതെ ഇരിക്കുന്ന ഒരു അനേകരെ കാണുവാൻ തക്കണം കഴിയും. We could see that many people are keeping silence over there. എന്നാൽ ഇവിടെ ഈ യാസോനും കുടുംബവും ഒക്കെയും അവർ ഭയപ്പെട്ടില്ല. അവർക്ക് ഉണ്ടായ കഷ്ടങ്ങളെ കുറിച്ച് അവർ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചു എന്ന് നമുക്ക് കാണുവാൻ But you can see that Jason and family, they depend on God, they trust in God, they didn't even scared. അവർ ദൈവവചനം അനുസരിക്കുന്നവരും ദൈവവചനം പ്രസംഗിക്കുന്നവരും അനേകരെ രക്ഷയിലേക്ക് നടത്തുന്നവരുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. They obeyed the word and they also spread the gospel around their community.
അതുകൊണ്ടാണ് ഈ 1 തെസ്സലോനിക്കർ 1:7 വായിക്കുന്നത്, അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു എന്ന് നാം വായിക്കുന്നു. That's why we read in 1 Thessalonians chapter 1 verse 7, and so you became a model to all believers in Macedonia and Achaia. അവിടെ 8-ാം വാക്യത്തിൽ നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്ന് മക്കെദോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. In verse 8 we read, the Lord's message rang out from you not only in Macedonia and Achaia. Your faith in God has become known everywhere. അവർ ഈ മക്കെദോന്യയും അഖായയൊക്കെ ഈ തെസ്സലോനിയുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. These two places, Macedonia and Achaia, is lying near to Thessalonica. അവിടെയും പോയി അവർ സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. They went there and spread the gospel. അതുപോലെ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, In chapter 2 verse 14, സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. For you, brothers and sisters, become imitators of God's churches in Judea which are in Christ Jesus. അവർ മിഷണറി വർക്ക് അവിടെ നമുക്ക് കാണുമെന്ന് കാണാൻ കഴിയും. You could see a missionary work they're doing over there. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ആ മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ, അത് ഇവർ പ്രാവർത്തികമാക്കി കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് കാണുമെന്ന് കാണാൻ കഴിയും. These people, they are spreading the gospel what Jesus Christ has commanded to them. അതിൻ്റെ അവർ കഷ്ടം അനുഭവിക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആണ് എത്രയും അതിൻ്റെ പ്രത്യേകത. They are doing all these ministries in spite of the struggles they are facing. കാരണം ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ അത് നൊടിനേരത്തേക്കുള്ള, എന്നാൽ വരുവാനുള്ള ആ നിത്യതേജസ്സിനെ ഓർത്ത് അവർ പ്രവർത്തിക്കുകയാണ്. They are working. The struggles they are facing is just for a minute, but they are working for the kingdom of God. ആ സഭയ്ക്ക് ഈ കൂടുതലായി അവർ വർദ്ധിച്ചു വരുവാൻ വേണ്ടി, ആ സഭയെ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസ് മുഖാന്തരം ഈ ലേഖനം കൊടുത്തയക്കുന്നത്. They are working to make the assembly more strong. അവിടെ തീമോത്തിയോസ് ഈ ലേഖനവുമായി തെസ്സലോനിക്കയിൽ വന്നിരിക്കുകയാണ്. തീമോത്തിയോസ് ആണ് ഈ എഴുത്ത് കൊണ്ടുവന്നത്. Okay, so they came to Thessalonica with this letter, who was given by Timothy. അത് അവർ ഇവിടെ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, in chapter 4, 1-ാം വാക്യം, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ചു പ്രബോധിപ്പിക്കുന്നു. In 4 verse 1 we read, as for other matters, brothers and sisters, we instructed you how to live in order to please God, as in fact you are living. Now we ask you and urge you in the Lord Jesus to do this more and more. അവർ ദൈവസഭയ്ക്ക് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ മധ്യത്തിലുണ്ട്. They are doing all the ministries that is necessary for a church. നമുക്കറിയാം, ഒരു സഭയിൽ ഉണ്ടായിരിക്കേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ നാം കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുകയുണ്ടായി. Remember what are things that needed for assembly? What are basic things that we need for the assembly? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 42-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഓർത്തത്. I did the sermon based on Acts chapter 2 verse 42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോന്നു. They devoted themselves to the apostles' teaching and to fellowship, to the breaking of bread and to prayer. ഈ കാര്യങ്ങളെല്ലാം ആ സഭയിൽ നടക്കുന്നുണ്ട്. All these things are happening in the church. അതുകൂടാതെ കർത്താവിന്റെ ആ മഹാനിയോഗമായ സുവിശേഷീകരണവും അതും നടക്കുന്നുണ്ട്. They are also doing the evangelism. അങ്ങനെ ഇരിക്കെ വീണ്ടും ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവരെ കൂടുതൽ ശക്തീകരിക്കുവാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം, ദൈവപ്രസാദം ലഭിക്കുവാൻ വേണ്ടി അധികമായി വർദ്ധിച്ചു വരണം എന്ന് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കാം. Again, the Paul is urging that you need to increase in Lord Jesus to do this more and more. അത് നാം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, in chapter 3 verse 12, may the Lord make your love increase and overflow for each other and for everyone else, just as ours does for you. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ചു കവിയുമാറാകണം. Love increase and overflow for each other. സ്നേഹം വർദ്ധിച്ച് കവിയുമാറാകണം. Love increase and overflow for each other. ഒരു സഭയുടെ ഒരു ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് സ്നേഹം വർദ്ധിക്കുക എന്നുള്ളത്. Love is an important thing in our assembly. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവും ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവിക സ്നേഹം പകർന്നതാണ്. When we born again,
Christ has poured His love to us. അത് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് നാം വായിക്കുന്നുണ്ട്. In Romans chapter 5 verse 5 we read, ആ സ്നേഹം അത് വർദ്ധിച്ച് കവിയണം എന്നാണ് ഓർപ്പിക്കുന്നത്. it should overflow. അത് സ്നേഹത്തിന് കുറവുണ്ടാകുവാൻ പാടില്ല. There should not be any decrease in that. നാം വെളിപാട് പുസ്തകത്തിൽ എഫെസോസ് സഭയ്ക്ക് കർത്താവ് എഴുതുമ്പോൾ അവരുടെ എല്ലാ ഗുണങ്ങളെക്കുറിച്ചും അവിടെ പ്രകീർത്തിച്ചതിന് ശേഷം അവിടെ കർത്താവ് പറയുന്നത് എങ്കിലും ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് എന്നാണ്. When we read വെളിപാട് പുസ്തകം in Revelation chapter 2 verse 2 we could see that when he talked about the church of Ephesus, he described all the things, but there's one thing that they need to improve, that in verse വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം in verse 4, that you have forsaken the love you had at first. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. 5-ാം വാക്യം, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. And in verse 5 we read, consider how far you have fallen, repent and do the things you did at first. ഇവിടെ എഫെസോസ് സഭ ഒരു നല്ലൊരു മാതൃകയായ സഭയാണ്. Ephesus church is a model assembly. അവരെക്കുറിച്ച് അനേക കാര്യങ്ങൾ കർത്താവിന് പറയുവാനുണ്ട്. There are many things that I explain over here. ആ സഭയെക്കുറിച്ച് എന്നാൽ ഒരു കുറ്റം പറയാനുണ്ട്, അത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. But one remark is that they forsaken the love they had at first. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം വളരെ വ്യക്തമായി അറിയുന്നതുകൊണ്ടാണ് നിങ്ങൾ സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം എന്ന് ഓർപ്പിക്കുന്നത്. Apostle Paul know this well. That's why he is urging the believers that you should increase the love day by day. ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ ആ സ്നേഹം നിർവ്യാജമായ സ്നേഹത്താലാണ്, ദൈവിക സ്നേഹത്താലാണ് വർദ്ധിച്ചു വരേണ്ടത്. God's love is sincere and we need to improve in that love. അതുകൂടാതെ 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, chapter 4 verse 9 we read, സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല, അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കതോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നല്ലോ. എന്നാൽ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. Now about your love for one another we do not need to write to you, for you yourself have been taught by God to love each other. In fact, you do love all of God's family throughout Macedonia. എന്നാൽ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. Brothers and sisters, to do so more and more. ഏതിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് സഹോദരപ്രീതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. It talks about the love between brothers and sisters. സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. It talks about love. സഹോദരപ്രീതിയിലും സ്നേഹത്തിലും അധികമായി വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. They need to increase more and more in love. അതുപോലെ തന്നെ 4-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ജീവിത പങ്കാളിയെ എപ്രകാരമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. In chapter 4 verse 3 there we could see that how we should choose a partner. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ട് കഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. In verse 3 in chapter 4 it is God's will that you should be sanctified, that you should avoid sexual immorality, that each of you should learn to control your own body in a way that this is holy and honorable, not in passionate lust like the pagans who do not know God. ജീവിത പങ്കാളിയെ നേടേണ്ടത് വിശുദ്ധീകരണത്തിലും മാനത്തിലും ആയിരിക്കണം. We need to get a partner based on sanctified. വിശ്വാസികൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവിശ്വാസികളെ ഒരിക്കലും തിരഞ്ഞെടുക്കുവാൻ പാടുള്ളതല്ല. We should not choose a partner from unbelievers. നാം 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ അത് നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. In 2 Corinthians chapter 6 14 and verse 14 we read that do not 2 Corinthians അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. do not be yoked together with unbelievers. അത് കാരണം ഒരു നുകത്തിന് കീഴിൽ രണ്ട് തരത്തിലുള്ള മൃഗങ്ങളെ അല്ലെങ്കിൽ 2 തരത്തിലുള്ള മൃഗങ്ങളെ വെച്ച് ഉഴുവാൻ ഒരിക്കലും സാധ്യമല്ല. We cannot use 2 different animals under one yoke. കാളയെയും കഴുതയെയും ഒന്നിച്ച് ഉടരുത് എന്ന് നാം ലേവ്യ പുസ്തകത്തിൽ
ആവർത്തന പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. In Leviticus we read that we cannot yoke using different animals. കാരണം അത് രണ്ടു തരം സ്വഭാവമുള്ള മൃഗങ്ങളാണ്. Because it has two different characteristics. അതിനെ ഒന്നിച്ച് ഒരിക്കലും ഉഴുവാൻ സാധ്യമല്ല. It is not possible to yoke together. ദൈവ മക്കളുടെ കാര്യത്തിലും അത് തന്നെയാണ്. ദൈവമക്കൾ തങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് വിശ്വാസികളെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. In our case also, when we choose a partner, we should only select from the believers. ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിവാഹം വേണ്ട എന്ന് കരുതുന്ന അനേകരെ കാണുന്നുണ്ട്. The world is changing now. Many of them are preferring not to marry. എന്നാൽ ഈ വിവാഹം ലോകത്തിൽ സ്ഥാപിച്ചത് ആരാണ് എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും. But we know who established marriage in this earth. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം തന്നെയാണ് അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുത്തത്. It is not good for a man to be alone, and Christ has established the marriage. അപ്പോൾ അത് ദൈവമാണ് പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന്. And God told them that it is not good for a man to be alone. മാത്രമല്ല ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കാൻ നിർമ്മലവുമായിരിക്കട്ടെ എന്നാണ്. In Hebrews chapter 13 verse 4 we read, marriage should be honored by all and marriage bed kept pure. വിവാഹം എല്ലാവർക്കും മാന്യമായി. Marriage should be honored by all. അപ്പോൾ വിവാഹ പ്രായമെത്തിയവർ വിവാഹം കഴിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. Those who are in the age to get married, they should get married. അത് ദൈവം പറഞ്ഞതാണ്, ദൈവത്താൽ സ്ഥാപിതമായതാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് തക്ക സമയത്ത് വിവാഹം കഴിക്കേണ്ടത് ആവശ്യമാണ്. Because the scripture clearly says that it is not good for a man to be alone. ഇന്ന് പല ദമ്പതികളെയും കാണുവാൻ തക്കോണം കഴിയും മക്കൾ ആവശ്യമില്ല എന്നുള്ളത്. We can see many of the couples are preferring not to have children. എന്നാൽ ദൈവവചനം പറയുന്നത് മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലവും എന്ന് 127-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. And we read Psalm 127, we could see that children are a blessing of God. In 127 we read in verse 3, children are a heritage from the God, Lord, offspring a reward from him. അതുപോലെ 4-ാം വാക്യത്തിൽ വായിക്കുന്ന വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ എന്നാണ്. In verse 4 we read, like arrows in the hands of a warrior are children born in one's youth. ദൈവം തരുന്ന മക്കളെ വേണ്ട എന്ന് പറയുവാൻ നമുക്ക് അവകാശമില്ല. Because the children is given by God and we are not allowed to say no. അത് വീരന്റെ യൗവനത്തിലെ മക്കളാണ് വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. That's what we read. It says that like arrows in the hands of a warrior. അതുപോലെ പ്രോവർബ്സ് 17:6 നാം വായിക്കുന്നത് മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു, മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ എന്നാണ്. Proverbs chapter 17 verse 6 we read, children are a crown to the age and parents are the pride of their children. വൃദ്ധന്മാർക്ക് മക്കളുടെ മക്കൾ പേരക്കുട്ടികൾ അവരുടെ കിരീടമാകുന്നു എന്നാണ് നാം വായിച്ചത്. Parents are the pride of their children. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാരാണ്. Parents are the pride of their children. അപ്പോൾ മക്കൾ ആവശ്യമുണ്ട്, വിവാഹം ആവശ്യമുണ്ട്, മക്കൾ ആവശ്യമുണ്ട്. അതെല്ലാം ദൈവഹിതമാണ്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് എന്ന് നമുക്ക് ഓർക്കാൻ കഴിയും. It is God's will to have a partner and to have kids. അതുപോലെ തന്നെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് മുമ്പോട്ട് പോകുമ്പോൾ ഈ സഭയെ വീണ്ടും പ്രബോധിപ്പിക്കുന്നത് 4-13 വാക്യത്തിൽ in 1 Thessalonians chapter 4 verse 13 പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് എന്ന് പറയുന്നുണ്ട്. It says that we do not want you to be uninformed about those who sleep in death, so that you do not grieve like the rest of mankind who have no hope. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടു പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാവും. When our dear ones to depart from us, we'll have upset. എന്നാൽ ലോകക്കാരെ പോലെ നാം ദുഃഖിക്കുവാൻ പാടുള്ളതല്ല. But you do not want to grieve like rest of the mankind. ലോകത്തിലുള്ളവർക്ക് കാരണം യാതൊരു പ്രത്യാശയുമില്ല എന്നുള്ളതുകൊണ്ടാണ്. Because they don't have no hope. നമ്മൾ നാട്ടിൽ നിന്ന് കടന്നു വരുമ്പോഴും യാത്ര പോകുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ദുഃഖിക്കാറുണ്ട്. We know that when we come to Canada or some other places, our dear ones will really get upset. നമ്മളും ദുഃഖിക്കാറുണ്ട്. We also get upset. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമുക്ക് നാളെ അവർ ഒരു മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാൽ അവർ വരും, അവരെ കാണാം എന്നുള്ള. But we have some limitation, but at the same time we have hope that we can see them again maybe 1 month or 1 year later. അതുപോലെ അത് കാരണം നമ്മുടെ പ്രത്യാശയുണ്ട്. അതുപോലെ നാം ദുഃഖിക്കുവാൻ മറ്റുള്ളവരെ പോലെ
പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത് എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് In ഓർപ്പിക്കുന്നത്. that case, we have hope. But here the Apostle Paul is saying that you should not be grieved like a people who have no hope. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്ന കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. In 1 Thessalonians chapter 4 verse 16, there says, "For the Lord himself will come down from heaven with a loud command, with the voice of the archangel, and with the trumpet call of God, and the dead of Christ will rise first. After that, we who are still alive and are left will be caught up together with them in the clouds to meet the Lord in the air." കർത്താവിനെ വിശ്വസിച്ച ഓരോ വിശ്വാസികൾക്കും എന്നെ ചേർപ്പാൻ കർത്താവ് വരും. അവരുടെ പ്രിയപ്പെട്ടവർ കർത്താവിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുമെന്ന് നാം ഓർക്കുകട്ടെ. Those who accept Jesus Christ as a personal Savior, they will all caught up together with them in the clouds to meet the Lord there. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് എന്ന്. Here the Paul urges that you should not grieve like the people who have no hope. അതുപോലെ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഉറങ്ങാതെ ഉണർന്ന സുബോധമുള്ളവരായി ഇരിപ്പാൻ വേണ്ടി In പറയുന്നു. 1 Thessalonians chapter 5 we read, "Let us be awake and sober." കാരണം കർത്താവിന്റെ വരവ് 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. The day of the Lord is explained here in chapter 5 verse 2, "For you know very well that the day of the Lord will come like a thief in the night." കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവ് എപ്പോഴാണ് വരിക എന്ന് നാം അറിയുന്നില്ല. അതുകൊണ്ട് നാം ഉണർന്നും ജാഗരിച്ചും ഇരിക്കേണ്ട ആവശ്യകത ഇവിടെ ഓർപ്പിക്കുക. We do not know when the Lord will appear, but we should be awake and sober. നാം ചെയ്യേണ്ടത് 11-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർദ്ധന വരുത്തിയും പോരുവിൻ. Verse 11 we read, "Therefore encourage one another and build each other up, just as in fact you're doing." ഇവിടെ ഓരോ വിശ്വാസികളുടെയും ഉത്തരവാദിത്തമാണ് സഭയിൽ അന്യോന്യം പ്രബോധിപ്പിക്കുവാനും തമ്മിൽ ആത്മീക വർദ്ധന വരുത്തുവാനുള്ള ഉത്തരവാദിത്വം. It is the responsibility of the believers that to encourage each other and build each other up, just as in fact you're doing. നമുക്ക് തന്നെ അറിയാം, ഒരാഴ്ച സംസാരിക്കുന്ന സഹോദരൻ സംസാരിക്കുന്ന വിഷയമല്ല അടുത്ത ആഴ്ച മറ്റൊരാൾ സംസാരിക്കുന്നത്. Maybe a person who is delivering a speech will be different than the person who is delivering the next week. ഓരോരുത്തരും ഓരോ വിധത്തിൽ ദൈവവചനത്തിൽ നിന്ന് ആലോചനകൾ പറയുന്നതായിട്ട് Messages will be different. അത് അങ്ങനെ ആത്മീക വർദ്ധനയ്ക്ക് അത് ആവശ്യമായ കാര്യങ്ങളാണ് നാം കേൾക്കുന്നത്. We are hearing to encourage our souls. അതുകൊണ്ട് അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീക വർദ്ധനയും വരുത്താൻ വേണ്ടി അവിടെ ഓർപ്പിക്കുകയാണ്. And here it reminds that we need to encourage one another and build each other up. അതുപോലെ തന്നെ 5-ാം വാക്യത്തിൽ, സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തവും ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. In 5 verse 12 we read, "Now we ask you, brothers and sisters, to acknowledge those who work hard among you, who care for you in the Lord and who admonish you." ദൈവദാസന്മാരെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ നാം കാണുന്നത്. We need to respect the leaders of the assembly. അതുപോലെ തന്നെ നാം മറ്റുള്ളവരെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, സഹോദരന്മാരെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ക്രമം കെട്ടവരെ ഉദ്യോഗദേശിപ്പിൻ, ഉൾക്കലത്തിൽ ഇല്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. In verse 14 we read, "And we urge you, brothers and sisters, warn those who are idle and disruptive, encourage and disheartened." ഓരോ വിശ്വാസികൾക്കുമുള്ള ഉത്തരവാദിത്തമാണ് അന്യോന്യം താങ്ങുക, അന്യോന്യം കരുതുക എന്നുള്ളത്. It is the responsibility of each brethren to help the weak and be patient with everyone. ഓരോ വിശ്വാസികളുടെയും മാനുഷികമായ നേച്ചർ പല വിധത്തിലുള്ളതാണ്. All of us have different nature. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുവാനും ഉത്സാഹിപ്പിക്കുവാനും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമുക്ക് കാണുവാൻ. It is good to understand the brethren and to help them and when they are weak. ഇവിടെ 15-ാം വാക്യത്തിൽ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. Verse 15, "Make sure that nobody pays back wrong for wrong, but always strive to do what is good for each other and for everyone else." സാത്താൻ വളരെയധികം പരീക്ഷിക്കുവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക എന്നുള്ളത്. Satan could really tempt to pay back wrong for wrong.
എന്നാൽ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, എപ്പോഴും നന്മ ചെയ്യുവാനാണ്. But Scripture reminds us, make sure that nobody pays back wrong for wrong. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ 12 മുതൽ 12-ാം അധ്യായം 17 മുതൽ 21 വാക്യം വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ Romans, when we read Romans chapter 12 verses from 17, we read, do not repay anyone evil for evil. Be careful to do what is right in the eyes for everyone. If it is possible, as far as is depend on you, live at peace with everyone. Do not take revenge, my dear friends, but leave room for God's wrath. For it is written, it is mine to avenge, I will repay, says the Lord. On the contrary, if your enemy is hungry, feed him. If he is thirsty, give him something to drink. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതണം. Do not repay anyone evil for evil. പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കണം. Do not take revenge. പ്രതികാരം ദൈവത്തിനുള്ളതാണ്, ദൈവം പ്രതികാരം ചെയ്തുകൊള്ളും. നാം പ്രതികാരം ചെയ്യുവാൻ പോകേണ്ടത് ആവശ്യമില്ല. God will revenge, we don't need to revenge. 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തീരുമാനം കൊടുക്കുക. We just read that if your enemy is hungry, feed him. ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. If he is thirsty, give him something to drink. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. Doing this, you will heap burning coals on his head. നമ്മുടെ ശത്രുത പുലർത്തുന്നവരെ നാം അവന്റെ ആവശ്യ സമയത്ത് നാം സഹായിക്കുമ്പോൾ പിന്നീട് അവൻ ഒരിക്കലും നമ്മെ ഉപദ്രവിക്കില്ല. If we have enemies, but in the due time, if we help them, they will not hurt us back again. അനേക ഉദാഹരണങ്ങൾ നാം ദൈവവചനത്തിൽ കാണുവാൻ തക്കോണം കഴിയും. There are many examples in the Bible. സ്തേഫാനോസിനെ അവർ കല്ലെറിയുന്ന സമയത്ത് സ്തേഫാനോസ് അവർക്കെതിരായിട്ട് ഒന്നും പറഞ്ഞില്ല. When they stoned Stephen, we could see that Stephen remained silent. He didn't say anything against them. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 60-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് സ്തേഫാനോസിന്റെ. In Acts chapter 7 verse 60, when we read, there Stephen is saying, Lord, do not hold the sin against them. നമ്മുടെ കർത്താവും അപ്രകാരമാണ് പ്രാർത്ഥിച്ചത്. കർത്താവിനെ ക്രൂശിക്കുന്നവരുടെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന. Even the Lord prayed the same prayer during his crucifixion. നമ്മുടെ ചിന്താഗതി നാം എപ്പോഴും നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ളതാണ്, നന്മ ചെയ്യുവാനുള്ളത് ആയിരിക്കണം എന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. We should always remember, we should always love our enemies. That's what Jesus Christ is reminding us. ലോകക്കാർക്ക് അത് വളരെ വിചിത്രമായി തോന്നിയെന്ന് വരാം. For the people who are in the world, they may think it's a bizarre thing. അവർക്ക് ഈ കാര്യം അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഇവരെന്ത് രീതിയിലുള്ള മനുഷ്യരാണ് എന്ന് വിചാരിക്കും. Maybe the worldly people cannot accept these things. എന്നാൽ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് മാനം ലഭിക്കും. അത് ഈ ലോകത്തിലും നമുക്ക് പിന്നീട് മാനം ലഭിക്കുവാൻ കാരണമായി തീരും. നാം തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുമ്പോൾ. But if you're not repaying anyone evil for evil, God will honor us. നമുക്ക് അപ്രകാരമുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Let us have a life according to that pleasing God. അതുപോലെ 5-ാം വാക്യത്തിൽ എപ്പോഴും സന്തോഷിക്കുവാൻ എന്ന് നാം വായിക്കുന്നു. In 1 Thessalonians again in 5 verse 16 it says, rejoice always. ലോകം എപ്പോഴും നമുക്ക് ദുഃഖമേ തരികയുള്ളൂ. The world always will give trouble. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷിപ്പാൻ തക്കോണം കഴിയും. But in God's presence we can always rejoice. സങ്കീർത്തനം 16:11 നാം വായിക്കുന്നത്, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് എന്ന്. In Psalm 16 verse 11 we read, you make known to be path of life, you will fill me the joy in your presence with eternal pleasure at your right hand. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത, with eternal pleasures at your right hand. അത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു ദൈവമകനെ എപ്പോഴും സന്തോഷിക്കുവാൻ തക്കോണം കഴിയും. If you are in the presence of the Lord, God will always fill with eternal pleasure. നാം ഓർത്തതുപോലെ സ്തേഫാനോസിനെ എതിർത്ത് നിന്നപ്പോൾ അവനോട് വളരെയധികം അവനെ ഉപദ്രവിക്കുമ്പോൾ അവൻ സന്തോഷത്തോടുകൂടെ നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. When the enemies surrounded him and stoned him, we could see that he accepted everything with pleasure. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാവരും അവനെ ഉറ്റുനോക്കിയപ്പോൾ അവന്റെ മുഖം ഒരു ദേവദൂതന്റെ മുഖം പോലെ കണ്ടു എന്നാണ് നാം വായിക്കുന്നത്. And scripture says his face looks like an angel. അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇവിടെ
തെസ്സലോനിക്ക സഭയും അപ്രകാരമാണ്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും സന്തോഷിക്കുന്ന സഭയാണ്. Even when we read, look to the life of the church here, they're also rejoicing even in the midst of struggles. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. In Philippians chapter 4 verse 4 we read, rejoice in the Lord always. I will say it again, rejoice. കാരണം അവന്റെ ജീവിതത്തിൽ അവൻ കഷ്ടങ്ങൾ കൂടി കടന്നുപോയവനാണ്. പൗലോസിന് അവന്റെ ജീവിതത്തിൽ തന്നെ കർത്താവിൽ നോക്കിക്കൊണ്ട് സന്തോഷിപ്പാൻ തക്കോണം അവൻ പറയാൻ തക്കോണം കഴിയും. Paul had gone through different struggles in his life. So he know it well. That's why he's saying that rejoice in the Lord always. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, വിശ്വാസമെന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുമെന്നാണ്. In Philippians chapter 2 verse 17 we read, but even if I am being poured out like a drink offering on a sacrifice and service coming from your faith, I am glad and rejoice with all of you. അവൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും അവൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും സന്തോഷിക്കുമെന്നുള്ള ആ ഉറച്ച ധൈര്യത്തോടു കൂടിയാണ് പൗലോസ് നിൽക്കുന്നത്. Even being poured out like a drink offering, I will rejoice. നമ്മുടെ കർത്താവ് നാം സങ്കീർത്തനം 30:11 വായിക്കുന്നത്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്നാണ്. In Psalm 30 verse 11 we read, you turn my willing into dance, you remove my sackcloth and clothe me with joy. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതെന്ന്. You remove my sackcloth and clothe me with joy, that my heart may sing your praises and not be silent. നമുക്ക് ഈ ലോക ജീവിതത്തിൽ ലോകം നമുക്ക് ദുഃഖം തരുമ്പോൾ, പ്രയാസങ്ങൾ തരുമ്പോൾ ഒക്കെയും നാം ഭയപ്പെടേണ്ടത് ആവശ്യമില്ല. നാം സന്തോഷത്തോടുകൂടെ എപ്പോഴും സന്തോഷിക്കുവാൻ നമുക്ക് കഴിയും. When the world give us troubles and when the world give us suffering, you don't need to be disappointed. Rejoice always in Christ. അതുപോലെ 17-ാം വാക്യത്തിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എന്നാണ് വായിക്കുന്നത്. In 17 it says pray continually. പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം നാം മറ്റു ജോലികളൊന്നും ചെയ്യേണ്ട, നാം ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. Pray continually doesn't mean that you need to be praying always without doing anything. എന്നാൽ നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം ഒപ്പം ദൈവവുമായുള്ള സമ്പർക്കം എപ്പോഴും പുലർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. What it meant is that we need to have a proper relationship with God. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നാം സമ്മതിച്ചുകൊണ്ട് അതിനനുസരണമായ ഒരു ജീവിതം നയിക്കുന്നതാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിട്ടുള്ള ജീവിതം. Whatever things that happen in our life, remember that it's all happening, it's because of God's grace. അതുപോലെ മറ്റൊന്ന് ഇവിടെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ എന്ന് നാം വായിക്കുന്നു 18-ാം വാക്യത്തിൽ. In 18 again it says that give thanks in all circumstances. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രയാസങ്ങളുണ്ടാകാം, സന്തോഷത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകാം. എന്നാൽ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമുക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? When in our life we have happiness, at the same time we have upsets up and down, but do we have that mentality to praise Him in all circumstances? നാം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ്. Romans chapter 8 verse 28 we read, and we know that in all things God works for the good of those who love Him. നമുക്ക് പ്രത്യക്ഷമായിട്ട് തോന്നും നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എതിരായിട്ടാണ് നടക്കുന്നത്, നമുക്ക് പ്രതികൂലമായിട്ടാണ് സംഭവിക്കുന്നതെന്ന് തോന്നി. എന്നാൽ ദൈവം എല്ലാം നേരെയാക്കുവാൻ മതിയായവനാണ്. It looks things more harder and harder, but remember that God can straighten our path. നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുക, ദൈവത്തെ നോക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. We need to put our trust upon Him. അവൻ നമ്മെ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. He purchased us with His precious blood. അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാൻ, സമയത്തിന് എല്ലാം നിവർത്തിക്കുവാൻ മതിയായവനാണ്. He will take care of us. അവന് നമുക്ക് എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ തക്കോണം കഴിയും. Let us give thanks in all circumstances. അതുകൂടാതെ തന്നെ ഇവിടെ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം എന്ന് ഇവിടെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. In verse 18 also it says, for this is God's will for you in Christ Jesus. ഏതൊക്കെയാണ് ഇവിടെ? എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ഇത് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. Rejoice always, pray continually, give thanks in all circumstances, for this is God's will for you in Christ Jesus. ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം അത് നമുക്ക് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. We need to let us move forward with
God's will. അതുകൂടെ 18-19 വാക്യത്തിൽ വിശ്വാസികളുടെ പെരുമാറ്റം പ്രകാരമായിരിക്കണമെന്ന് ഓർപ്പിക്കുന്നുണ്ട്. And from verse 19 it says how we should behave as a believer. ആത്മാവിനെ കെടുക്കരുത്. Do not quench the spirit. ആത്മാവിനെ കെടുക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ തടുക്കുക എന്നുള്ളതാണ് അർത്ഥം. It means that the stopping the actions of spirit. അതിന് ഒരു കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളാണ്. The reason is that the sin that comes to our life. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നാൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവമായി നിരപ്പ് പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അതിന് സമാധാനം ഉണ്ടാക്കാൻ കഴിയും. When we commit any sin, go repent, and when we come back again, we'll be having a relief. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം നമ്മിൽ പ്രവർത്തിക്കും. Then the Holy Spirit will work in our life. അതുപോലെ മറ്റൊന്ന്, സഭയിൽ പരിശുദ്ധാത്മാവിന്റെ ഹിതത്തെക്കാൾ കൂടുതലായി നാം പാരമ്പര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ആശ്രയിക്കുമ്പോൾ അവിടെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയില്ല. When we hold to our old traditions, the Holy Spirit cannot work in our church. അപ്പോൾ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവന്റെ ഹിതത്തിനനുസൃതമായി നാം മുന്നേറുക എന്നുള്ളതാണ് അവിടെ ആവശ്യം. So let us surrender ourselves and let us move forward with God's will. അതുപോലെ ആരാധന നടക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നടക്കേണ്ടത്. Worship should happen under the control of Spirit, Holy Spirit. അത് നടക്കുന്നില്ല എങ്കിൽ നാം മനുഷ്യ രീതിയിൽ അതിന് നിയമാവലികൾ കൊണ്ടുവന്നാൽ അവിടെ പരിശുദ്ധാത്മാവ് ദൈവം പ്രവർത്തിക്കുകയില്ല. If you are trying to execute our own rules, the Holy Spirit will not work. അതുപോലെ തന്നെ സഭാവിശ്വാസികളുടെ മധ്യത്തിലുള്ള അനൈക്യത, സ്നേഹമില്ലായ്മ, ഇതൊക്കെയും പരിശുദ്ധാത്മാവും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധ്യമാകാത്ത സ്ഥിതിയാണ്. If you are not working, if you don't have unity between our brethren, the Holy Spirit will not work in our church. അതുകൊണ്ട് ആത്മാവിനെ കെടുക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നാം സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. We should beware that do not quench the spirit. അതുപോലെ 20-ാം വാക്യത്തിൽ പ്രവചനം തുച്ഛീകരിക്കരുത്. In verse 20 we read, do not treat prophecies with contempt. 21 സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ. But test them all, hold on to what is good. ദൈവവചനം നാം കേൾക്കുന്നത് നാം അത് സ്വീകരിക്കുവാൻ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുവാൻ നാം തയ്യാറാകേണ്ടതാണ്. We need to be ready whatever words that we are listening from the word of God. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. കാരണം പലതരത്തിലുള്ള ദുരുപദേശങ്ങൾ ഈ ലോകത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. It's a time there are a lot of false prophecies, but we need to hold on to what is good. അതിന് ഒരു ഉദാഹരണമായിട്ട് നാം അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ ബെരോവയിലെ വിശ്വാസികളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. For example, when we read Acts chapter 17 verse 11, it talks about the believers in Berea. So he reasoned in the synagogue with both Jews and God-fearing Greeks, as well as in the marketplace day by day with those who happened to be there. 11-ാമത്തെ വാക്യം 17-11. അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോകുന്നു എന്ന് നാം വായിക്കുന്നു. Now the Berean Jews were of more noble character than those in Thessalonica, for they received the message with great eagerness and examined the scriptures every day to see that if what Paul said was true. അവർ ദൈവവചനം പല സഹോദരന്മാരാൽ പലരിൽ നിന്ന് അവർ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ദൈവവചനത്തിൽ കൊടുത്ത തിരുവെഴുത്തുകൾ പ്രകാരമാണോ എന്ന് അവർ വീട്ടിൽ പോയിരുന്ന് പരിശോധിക്കുന്നവരായിരുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. They received the message with great eagerness, but they also examined the scripture every day to see if what they said was true. സകലവും ശോധന ചെയ്തുകൊണ്ടുള്ള ഒരു ക്രിസ്ത്യ ജീവിതമാണ് നമുക്ക് നയിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. We need to examine our Christian life. അതുപോലെ തന്നെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് സകലവിധ ദോഷവും വിട്ടകലുവിൻ. In 1 Thessalonians chapter 5 verse 22, there we read, reject every kind of evil. നാം നേരത്തെ ഓർത്ത പോലെ തിന്മ നമ്മിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി തിന്മയ്ക്ക് തിന്മ പ്രവർത്തിക്കുവാൻ വേണ്ടി സാത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. Satan will always try to bring evil to our life. സാത്താൻ പ്രതിയോഗിയായ സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി അവൻ എപ്പോഴും നടക്കുകയാണ്. And Satan is always among us. അവൻ നമ്മുടെ ബലഹീനത എന്താണെന്ന് മനസ്സിലാക്കി
അവൻ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. He knows our weakness and he's trying to catch that weakness, that weak point. അവൻ അത് നമ്മുടെ ബലഹീനതയെ എൻകേഷ് ചെയ്യുന്ന സാത്താനാണ്. And he always try to get our weakness. 1 യോഹന്നാൻ 2:16 വായിക്കുന്നത് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യൻ വീഴുവാൻ സാധ്യതയുള്ള അവസ്ഥകൾ. 1 John 2:16. In 1 John chapter 2 verse 16, we read, "For everything in the world, the lust of the flesh, the lust of the eyes, and the pride of life comes not from the Father, but from the world." ലോകത്തിൽ നിന്നുള്ള കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ കാര്യങ്ങൾ ഏതിലും നമ്മെ വീഴ്ത്തുവാൻ വേണ്ടി സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. Satan always trying to keep on trying us to fall in that lust or the lust of the eyes and the pride of life. അപ്പോൾ നമ്മൾ വിശ്വാസികളായ നാം എപ്രകാരമൊക്കെയും സഭയിൽ ആയിരിക്കണം, ഈ ഒരു മാതൃകയുള്ള ഒരു സഭയുടെ അംഗങ്ങളായി നാം മുമ്പോട്ട് പോകുമ്പോൾ എപ്രകാരമൊക്കെയും നാം ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നാം ഓർത്തത്. So during the sermon we remembered how a believer should be in the church. നമ്മുടെ സഭയിൽ നാം സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. We need to increase in love. സഹോദര പ്രീതിയിൽ വർദ്ധിച്ചു വരണം. We need to increase in love again. നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. We need to be very careful when we choose a partner. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കുന്നവരാകാൻ പാടില്ല. നമുക്ക് പ്രത്യാശയുള്ള ജീവിതം നയിക്കണം. We do not need to be grieved like other people. We have a hope. കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ഉണർന്നും സുബോധവുമായിരിക്കണം. We should be awake and sober. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ഉള്ള ജീവിതം നയിക്കണം. We should not be repay evil over evil. എപ്പോഴും സന്തോഷിക്കുന്നവരായും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരുമായി ഇരിക്കണം. We need to be rejoice always and pray continually and give thanks in all circumstances. നമ്മുടെ പെരുമാറ്റം വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. We need to be aware of our behavior. ആത്മാവിനെ കെടുക്കുമെന്ന പ്രവർത്തനം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. We should not quench the spirit. പ്രവചനം തുച്ഛീകരിക്കരുത്. സകലവും ശോധന ചെയ്ത് നല്ലതും മുറുകെ പിടിച്ച് സകലവിധ ദോഷവും വിട്ടകന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം. Do not treat prophecies with contempt, but hold on to what is good. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May God help with these words. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗീയപിതാവേ, ഞങ്ങൾക്ക് ദൈവജനത്തിന് മുമ്പിലായിരിക്കാൻ തക്കോണം ഞങ്ങളെ സഹായിച്ചു. രാവിലെ നിന്നെ ആരാധിപ്പാൻ തക്കോണം സഹായിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഉപകാരങ്ങളെയും ഓർപ്പാൻ തക്കോണം നീ ഞങ്ങൾക്ക് കൃപ തന്നു. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനത്തിൽ സംസാരിപ്പാൻ തക്കോണം ഞങ്ങളെ നീ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. കർത്താവെ, അവർ കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെയും അടിയൻ്റെയും ഒക്കെയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ തക്കോണം നീ കൃപയാൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ വിളിച്ച് നിന്റെ കൃപയിൽ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ മറ്റുമായി നിങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുകയാണ്. കഴിഞ്ഞ 5 മാസക്കാലം ഞങ്ങൾക്ക് ഇവിടെ ആയിരുന്നുകൊണ്ട് കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവത്തിൻ്റെ സ്നേഹം പ്രിയ ദൈവമക്കളിലൂടെ അറിവാൻ തക്കോണം കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഈ സഭയെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് നിറവേറ്റി കൊടുക്കണമേ. പ്രത്യേക ഒരു പെർമനൻ്റ് ഹോളിൻ്റെ ആവശ്യമുണ്ടല്ലോ, നീ അത് അറിഞ്ഞ് നിറവേറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസൻ ഫിലിപ്സിനെ കുടുംബാനിലേക്ക് ഫലമേൽപ്പിക്കുന്നു. താൻ പോയിരിക്കുന്ന വഴിയിൽ നീ സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. തൻ്റെ പ്രവർത്തനങ്ങളേക്കും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് മടങ്ങി വരുമ്പോൾ യാത്രയിൽ വാഹനത്തോടുകൂടിയൊക്കെയും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കൂട്ടുവിശ്വാസികളെയും തിരുക്കരങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. പ്രത്യേക സഹോദരി ജീനിയെ തിരുക്കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിൽ പോകുവാനും ഒക്കെ സമയത്ത് മടങ്ങി വരുവാനൊക്കെ സഹായിച്ചു. ശരീരത്തിന് ആവശ്യമായ ആരോഗ്യവും ബലവും എല്ലാ കൃപകളും കൊടുത്ത് ഇവിടെ ആയിരിക്കുന്ന സമയങ്ങൾ കർത്താവെ നിൻ്റെ കൃപയിൽ ആയിരിക്കാൻ തനിക്ക് ആവശ്യമുള്ള ജോലിയൊക്കെ സമയത്ത് ലഭിക്കാൻ തക്കോണം നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ബോബൻ സഹോദരനെയും കുടുംബമായി നിങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. സഹോദരിയും കുഞ്ഞുങ്ങളും നാട്ടിലാണല്ലോ ആയിരിക്കുന്ന സ്ഥാനത്ത് നിലവിൽ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരനും ആവശ്യമായ എല്ലാ കൃപകളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഞ്ജുഷിനെയും ക്രിസ്റ്റിനെയും തിരുക്കൾ ഫലമേൽപ്പിക്കുന്നു. അവരൊക്കെ കർത്താവ് ഇവിടെ PR ലഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും സമയാസമയങ്ങളിൽ ദൈവമേ നീ നടത്തി കൊടുക്കുന്നു. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്നും സഹായിക്കണമേ. തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും നടപ്പാൻ സഹായിക്കണമേ. അവർക്ക് താമസിക്കാനുള്ള ഒരു
വീടിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവർ ആഗ്രഹിക്കുന്നു. അതൊന്ന് നിറവേറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹീധരനെ സഹോദര ദിവ്യയും കുഞ്ഞുങ്ങളെയും തിരുക്കൺഫർമേൽപ്പിക്കുന്നു. അവരെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സഹോദരിയുടെ ഫാർമസി ടെസ്റ്റ് ലൈസൻസിനുള്ള ടെസ്റ്റിന് വേണ്ടി ഇതൊക്കെ തയ്യാറാകുവാനും തക്ക സമയത്ത് അതൊക്കെ ലയിപ്പാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞുങ്ങളെ ഇരുവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സുമൻ സഹോദരനെ തിരുക്കൺഫർമേൽപ്പിക്കുന്നു. കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഭാവിയൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. സഹോദരൻ ജോഷുവെ തിരുക്കൺഫർമേൽപ്പിക്കുന്നു. തൻ്റെ ഭാവിയൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. ജോലി കാര്യങ്ങൾ സഹായിക്കണമേ. സഹോദരി സോണിയെ തിരുക്കൺഫർമേൽപ്പിക്കുന്നു. അവളുടെ ഭാവിയൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ തീവാന്തമാണ് നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി കാര്യങ്ങൾ തക്ക സമയത്ത് PR ലഭിക്കാൻ സഹായിക്കണമേ. ഡോണിയെയും ജനിയെയും കുഞ്ഞുങ്ങളെയും തിരുക്കൺഫർമേൽപ്പിക്കുന്നു. കർത്താവെ നീ ഇത്രത്തോളം സഹായിച്ച് നടത്തുന്ന കുടുംബമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനി ഇവിടെ ആയിരിക്കുമ്പോൾ നീ ആവശ്യമായ എല്ലാ കൃപകളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവനും കർത്താവെ വിദ്യാഭ്യാസമൊക്കെയും കഴിഞ്ഞ് തക്ക സമയത്ത് അവനും PR ലഭിക്കാനുള്ള വഴികളൊക്കെ ഒരുക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ സഭയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കുടുംബവിശ്വാസികളെയും തിരുക്കൺഫർമേൽപ്പിക്കുന്നു. മലേഷ്യയെ തിരുക്കൺഫർമേൽപ്പിക്കുന്നു. നീ സഹായിക്കണമേ. കർത്താവെ നിന്നിൽ പൂർണ്ണമായി വിശ്വസിച്ച് നിന്നെ വേണ്ടി ജീവിപ്പാൻ നിന്റെ മകളെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹിതൻ്റെ പാരൻസിനെ തിരുക്കൺഫർമേൽപ്പിക്കുന്നു. അവർ ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കാൻ തക്കോണം നീ കൃപ ചെയ്യുന്നു. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതുപോലെ ഈ സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കുടുംബവിശ്വാസികളെയും തിരുക്കൺഫർമേൽപ്പിക്കുകയാണ് നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളടുത്ത വെള്ളിയാഴ്ച കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായ എല്ലാ കൃപകളും ജീവിതത്തിൽ ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം ഞങ്ങളെ സഹായിച്ച് നടത്തുന്നു അതിനായി സ്തോത്രം. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകല കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം പിതാവേ. ആമേൻ.